ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന് അങ്ങനെ പറയാൻ തോന്നുക എന്ന് പറയുന്നത് തന്നെ ആരെയും അത്ഭുതപ്പെടുത്തുകയും അന്താളിപ്പിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്. RSSനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സെക്കുലർ പാർട്ടികളും മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് അണിനിരക്കേണ്ട സമയത്ത് കേരളത്തിൽ വന്ന് ഇതുപോലെ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്താൻ മറ്റാർക്കാ കഴിയുക? എനിക്കൊരു ബലമായ സംശയം, ഈ രാഹുൽ ഗാന്ധിയെ വഴിതെറ്റിക്കുന്നത് മുഴുവൻ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ്. അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ട് വന്ന് അവിടെ വയനാട് നിർത്തി മത്സരിപ്പിച്ചു. RSSനെ നേരിടാൻ വേണ്ടിയുള്ള ഒരു യുദ്ധ പോർക്കളം എന്ന് പറയുന്നത് കേരളമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിൽ സൃഷ്ടിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരിയെ കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിച്ചു. ഇത്രയൊക്കെ ചെയ്ത ശേഷം ഇപ്പോൾ CPMനെയും RSSനെയും കൂടിയിട്ട് താരതമ്യപ്പെടുത്തിയ ഒരു പ്രസ്താവന നടത്താൻ വേണ്ടി, അതും ഇന്ത്യ അലയൻസിൻ്റെ യോഗം ഇന്ന് ചേരുകയാണ്, പാർലമെൻറ്റ് സമ്മേളനം വർഷകാല സമ്മേളനം ചേരുകയാണ്, ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് എല്ലാ മതനിരപേക്ഷ കക്ഷികളും ഒരുമിച്ച് സംയുക്തമായി അണിനിരക്കുന്ന ഒരു ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ നേതാവ്, അത് മാത്രമല്ല ലോകസഭയിലെ പ്രതിപക്ഷ നേതാവിന് ഇതുപോലൊരു പ്രസ്താവന നടത്താൻ എന്തുകൊണ്ട് എങ്ങനെ കഴിയുന്നു എന്നുള്ളതായിരിക്കണം ഇന്ത്യയിലെ മതനിരപേക്ഷവാദികൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. KC വേണുഗോപാൽ ഞാൻ പറയുന്നില്ല. അദ്ദേഹം എൻ്റെ വളരെ അടുത്ത സ്നേഹിതനാണ്, സഹപാഠി കൂടിയാണ്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് അദ്ദേഹത്തെ ഒരു CPM വിരുദ്ധനാക്കി നിർത്തണമെന്നുള്ള ആഗ്രഹം. അദ്ദേഹം ഒരു ദേശീയ നേതാവാണെന്നും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമെന്ന് പറയുന്നത് ഫാഷിസ്റ്റ് ശക്തികളിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള നേതൃത്വം നൽകലാണെന്നുള്ള കാര്യം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ മടിക്കുകയാണ്. അദ്ദേഹത്തെ അത് മറന്നു കളയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ഒരു പ്രത്യേക സ്വഭാവം. മാത്രമല്ല, കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയും BJPയും കൂടി ഒത്തുകളിക്കുക എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയില്ലേ. അവിടെ ഇരുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്ന ഇടതുപക്ഷമല്ലേ. ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെ ഗവർണറെ ഉപയോഗിച്ച് നടത്തുന്ന ഈ പോരുകളൊക്കെ നടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലൊരു പ്രസ്താവന നടത്താൻ വേണ്ടി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി തയ്യാറാകുന്നുണ്ടോ? ഞങ്ങളിവിടെ ഡൽഹിയിൽ, ഞാനിപ്പോൾ ഡൽഹിയിലാണല്ലോ ഉള്ളത്, ഞങ്ങളിവിടെ പാർലമെൻറ്റിലോ ഡൽഹി രാഷ്ട്രീയത്തിലോ ഒന്നും കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരാറില്ല. കേരളത്തിലെ പൊളിറ്റിക്സ് അവിടെ നടക്കട്ടെ എന്നേ, കേരളത്തിലെ ഇടതുപക്ഷവും കോൺഗ്രസും കൂടി നേരിടട്ടെ. പക്ഷേ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ ഇതുപോലുള്ള ഒരു ദാരുണമായ ദയനീയമായ അവസ്ഥയിലേക്ക് തള്ളിവിടാൻ എന്തുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നത്? അദ്ദേഹം ഇതുപോലുള്ളൊരു അവസ്ഥ നേരിടേണ്ട ഒരു വ്യക്തിയാണോ? അദ്ദേഹമല്ലേ ഇന്ത്യയിലെ മതനിരപേക്ഷ കക്ഷികളെ നയിക്കാൻ വേണ്ടിയുള്ള ഒരു തലമൊരുക്കേണ്ട ആൾ? അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഈ ചുടുചോറ് കോരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അദ്ദേഹത്തിൻ്റെ സ്റ്റേച്ചറാണ് ഇടിച്ചു കളയുന്നത്. അതല്ല, അദ്ദേഹം തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വളരെ വ്യക്തമായ സ്പഷ്ടമായിട്ടുള്ള ഒരു ദാർശനിക ആശയതലം നൽകുന്നതിന് സീതാറാം യെച്ചൂരിയുടെ സംഭാവനകൾ നിസ്തൂലമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. സീതാറാം യെച്ചൂരി അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം ഒന്ന് കേട്ടു നോക്ക്. എത്രയോ തവണ അദ്ദേഹം സീതാറാം യെച്ചൂരി നൽകിയ സംഭാവനയെക്കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹവുമായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മുൻകാലങ്ങളിൽ RSSനെ അനുകരിച്ചുകൊണ്ട് ഞാനും പൂണൂലിട്ട ബ്രാഹ്മണനാണെന്നും പറഞ്ഞ് നടന്നിരുന്നൊരു കാലം രാഹുൽ ഗാന്ധിക്കുണ്ടായിരുന്നു, ഇല്ലേ? ആ കാലഘട്ടത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ ശക്തനായൊരു മതനിരപേക്ഷ പോരാളിയാക്കി മാറ്റുന്നതിന് സ്വാഭാവികമായിട്ടും സീതാറാം യെച്ചൂരിയെ പോലുള്ള മതനിരപേക്ഷ നേതാക്കളുടെ സഹായവും സാന്നിധ്യവും സഹായിച്ചിട്ടുണ്ടാവും. അതല്ലെങ്കിൽ അദ്ദേഹം പഴയ പോലെ നടക്കേണ്ടതല്ലേ? ഞാനും ഒരു ജാനുന്താരി ബ്രാഹ്മണനാണ്, പൂണൂലിട്ട ബ്രാഹ്മണനാണെന്ന് പറഞ്ഞു നടന്നൊരു കാലം ഉണ്ടായിരുന്നില്ലേ? പത്രത്തിലൊക്കെ പടം വന്നിട്ടില്ലേ? അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണ്, സീതാറാം യെച്ചൂരിയെ പോലുള്ള വ്യക്തികളുടെ സാന്നിധ്യവും അവരുമായിട്ടുള്ള സംസർഗവും എനിക്ക് കുറച്ചുകൂടി ആശയപരമായിട്ടുള്ള ദൃഢ നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ കണ്ടെത്തിയ കാര്യമല്ലത്.